ചങ്കുകളി നമ്മളെ കേരള പോലീസിൽ തെളിയാതെ കിടക്കുന്ന ഒരുപാട് കേസുകളില്ലേ. വേണമെങ്കിൽ നമ്മളെ ഷാജഹാനിക്കയെ കൊണ്ടൊന്ന് അന്വേഷിപ്പിച്ച് കഴിഞ്ഞാൽ തെളിയാൻ സാധ്യതയുണ്ട്. കാരണം അതുപോലെയാണ് 1 വീക്കിനുള്ളിൽ ചെക്കൻ്റെ വാഹനം ആക്രമിച്ച ആളെ പൊക്കി. ചില്ലറക്കാരനൊന്നല്ല ഷാജഹാനിക്ക. ഈ ഫിലിം പോകുന്നത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു രീതിയിലാണ് പോകുന്നത്. കാരണം നമ്മുടെ മമ്മൂക്കയുടെ ഷൈലോക്കിൻ്റെ ഫിലിം ഉണ്ടല്ലോ, അതുപോലെയാണ് സംഭവം. വില്ലൻ ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ വില്ലൻ്റെ ബോഡി ഷേപ്പൊക്കെ കണ്ടിട്ട് ഏകദേശം ഒരു പാണ്ടിക്കാട് കുഞ്ഞാനാണെന്നാണ് എല്ലാവരും പറയുന്നത്. സംഭവം പാണ്ടിക്കാട് കുഞ്ഞാൻ കേൾക്കൊന്നും വേണ്ട, എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പാണ്ടിക്കാട് കുഞ്ഞാനായിട്ടിലും കുറച്ചൊരു വണ്ണുണ്ട്. എന്നാലും പാണ്ടിക്കാട് കുഞ്ഞാനിത് പ്രതികരിക്കണം. പാണ്ടിക്കാട് കുഞ്ഞാൻ തന്നെയാണോ എന്നുള്ളത് ഒക്കെ. ഏതായാലും വാക്കുകൾ തെറ്റി പോകുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര ത്രില്ലിങ് ഫിലിമായിട്ടാണ് ഇത് പോകുന്നത്. അത് നിങ്ങളാരും മറക്കരുത്. എന്തായാലും ഇവന്മാർക്കൊക്കെ ഭയങ്കര പേടിയാണ്. ആരെ ആക്രമിച്ച് പറയണ്ട ആവശ്യമില്ല. കാരണം ഇനിയിപ്പോൾ അവൻ്റെ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ട് ഇനി അങ്ങനെ അവരെ ഫാമിലിനെ ഒരു ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞൂടെ? എന്തിനാണ് ചെയ്തതെന്ന് പറയുന്നതിന് ആളുകൾ ചോദിക്കുന്നതിന് ഇവർ പറയുന്നത് അതിന് വർഗീയ കലാപമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം തന്നെ നമുക്ക് ഏകദേശം ഓടി ഇതെവിടേക്കാണ് പോകണമെന്നുള്ളത്. ഈ ആക്രമിച്ച ആളോ ഈ നിഷാനല്ലേ ഇവൻ്റെ പേരോ, ഓക്കെ, ഇവനായിട്ട് ഒരു പ്രശ്നവും മുമ്പുണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ മൂടി വെക്കേണ്ട ആവശ്യം? ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത ഉണ്ടാവും, മറ്റതുണ്ടാവും, മറിച്ചുണ്ടാവും. ഒരു വർഗീയത ഉണ്ടാവില്ല. ചെയ്ത കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയുന്നതിന് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ വർഗീയത എന്തിനാണ്?